ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബൈനറി അരിത്തമെറ്റിക് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ബൈനറി അരിത്തമെറ്റിക്. ഓക്കെ, അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ, അതാണ് നമ്മൾ പഠിക്കുന്നത്. ബൈനറി അഡീഷനും ബൈനറി സബ്ട്രാക്ഷനെയാണ് ബൈനറി അരിത്തമെറ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ബൈനറി അഡീഷൻ എന്ന് നോക്കാം. ദ റൂൾസ് ഫോർ ആഡിങ് 2 bits ആർ ആസ് ഫോളോസ്. അപ്പോൾ ബൈനറി എന്ന് പറഞ്ഞാൽ 0ഉം 1ഉം ചേർന്നതാണ് ബൈനറി നമ്പർ. അപ്പോൾ ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ സമ്മും ക്യാരിയും സെപ്പറേറ്റ് എഴുതും. എന്നിട്ട് സമ്മിൽ ഒരു ആഡ് ചെയ്ത് എഴുതും. ക്യാരി എന്ന് പറയുന്നതിന് നമ്മൾ റിമൈൻഡർ, ശിഷ്ടത്തിനെയാണ് ക്യാരി എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം AB എന്ന് പറയുന്ന രണ്ട് സംഖ്യകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. Aക്കും 0 കൊടുക്കുന്നു, Bക്കും 0 കൊടുക്കുന്നു. ദെൻ Aയും Bയും കൂടെ ആഡ് ചെയ്യുന്നു. 0 + 0 ആഡ് ചെയ്യുമ്പോൾ സമ്മിൽ എന്ത് വരുന്നു? 0 വരും. ക്യാരിയും 0 വരിക, കാരണം ശിഷ്ടമൊന്നുമില്ല. ദെൻ രണ്ടാമത്തത് 0 and 1, 0ഉം 1ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? സമ്മിൽ 1 വരും. ക്യാരി എന്താ വരിക? 0 തന്നെയാണ് വരിക. ദെൻ A1ഉം B0യും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 1 + 0 സമ്മിൽ എന്ത് വരുന്നു? 1 വരുന്നു. ക്യാരി 0 വരും. ദെൻ Aയും Bയും, Aയിലും 1 Bയിലും 1. ദെൻ 1 + 1 ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1ഉം 1ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ സമ്മിൽ 0 ആണ് വരിക. ക്യാരി എന്ത് വരും? 1 വരും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു മെത്തേഡ്. ഓക്കെ, അപ്പോൾ രണ്ട് ബൈനറി നമ്പർ, അതായത് 0ഉം 1ഉം തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ വരുന്ന സമ്മും ക്യാരിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാം. ഫൈൻഡ് ദ സം ഓഫ് ബൈനറി നമ്പേഴ്സ് 1011 ആൻഡ് 1001. ഇത് നമ്മൾ ആഡ് ചെയ്യുന്നത് നോക്കാം. 1011 + 1001 ആഡ് ചെയ്യുമ്പോൾ എങ്ങനെ വരുന്നു? 1 + 1 0, ക്യാരി 1 വന്നു. നോക്കൂട്ടോ, നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ ആ ക്യാരി വന്നത് അടുത്ത നമ്പറിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അതായത് അടുത്ത 1 + 0ൻ്റെ കൂടെ ആ 1 ആഡ് ചെയ്യുമ്പോൾ വീണ്ടും 1 + 1 0, ക്യാരി 1 വന്നു. ദെൻ 0 + 0ൻ്റെ കൂടെ 1 ആഡ് ചെയ്യുന്നു. ദെൻ താഴെ 1 വന്നു. ദെൻ 1 + 1 0, ക്യാരി ഇപ്പുറത്ത് ലെഫ്റ്റിലേക്ക് എടുത്തെഴുതണം. അങ്ങനെയാണ് അത് 101000 എന്നുള്ളൊരു നമ്പർ നമുക്ക് കിട്ടിയത്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ 11011 + 100 ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആഡ് ചെയ്യുന്നത് പറയുന്ന ബോക്സിനുള്ളിൽ കണ്ടോ കുറേ നമ്പേഴ്സ്, അതിൻ്റെ പ്രകാരമാണ് ഇത് ആഡ് ചെയ്യുന്നത്. അത് ആ മെത്തേഡ് വെച്ചിട്ടാണ് ഇത് ആഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ബൈനറി സബ്ട്രാക്ഷൻ. The rules for subtracting a binary digit from another digit are as follows. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സബ്ട്രാക്റ്റ് ചെയ്യുന്നത് നോക്കാം. A and B രണ്ട് വേരിയബിൾസ് ഉണ്ട്. അതിൽ ഡിഫറൻസ് കണ്ടുപിടിക്കുകയാണ്. ബോറോവർ എന്ന് പറഞ്ഞാൽ ക്യാരി തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം 0ഉം 0ഉം തമ്മിൽ മൈനസ് ചെയ്തു. 0ഉം 0 മൈനസ് ചെയ്യുമ്പോൾ ഡിഫറൻസ് എന്താ വരിക? 0 വരും. ബോറോ 0 വരും. ദെൻ രണ്ടാമത് AB, 0ഉം 1ഉം തമ്മിൽ മൈനസ് ചെയ്തു. ഡിഫറൻസ് 1 വന്നു. ബോറോയും 1 വന്നു. അതതിൻ്റെ മെത്തേഡ് അങ്ങനെയാണ്. 0 - 1 വരുമ്പോൾ ഡിഫറൻസ് 1 വരും. അതിൻ്റെ റിമൈൻഡറും അല്ലെങ്കിൽ ബോറോ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ദെൻ 1 - 0 എന്ന് പറയുമ്പോൾ എന്താ? ഡിഫറൻസ് 1 വന്നു. ബോറോ 0 വന്നു. ദെൻ 1 - 1 0, ബോറോ 0. അപ്പോൾ ഇങ്ങനെ ഒരു ടേബിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ടേബിൾ കൊണ്ട് ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയും ബിയും തമ്മിൽ ഡിഫറൻസ് കണ്ടിട്ട് അത് എഴുതണം. ഓക്കെ, അടുത്തത്. അപ്പോൾ ഇത് എന്തിനുള്ളതാണ്? സബ്ട്രാക്ഷന് വേണ്ടിയിട്ടുള്ള മെത്തേഡാണ് ഇത്. സബ്ട്രാക്ഷൻ നമ്മൾ ആദ്യം പഠിച്ചത് അഡീഷൻ ആയിരുന്നു, ഇത് സബ്ട്രാക്ഷനാണ്. ദെൻ സബ്ട്രാക്ട് 1001 ഫ്രം 1111. അതിൽ നിന്ന് നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം. ഫസ്റ്റ് നോക്കൂ, 1 - 1 0 വന്നു. ദെൻ 1 - 0 1 വന്നു. ദെൻ 1 - 1 0 വന്നു. 1 - 0 1 വന്നു. 1 - 1 0 വന്നു. അപ്പോൾ അങ്ങനെ അത് സബ്ട്രാക്ട് ചെയ്തു. ഓക്കെ, രണ്ട് നമ്പർ തമ്മിൽ സബ്ട്രാക്ട് ചെയ്തു. അതുപോലെ വേറെ 2 ഡിജിറ്റ് സബ്ട്രാക്ട് ചെയ്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് സബ്ട്രാക്ട് ചെയ്യുന്നത് നമ്മുടെ ഈ ടേബിൾ ഉണ്ടല്ലോ, ഈ ടേബിൾ അനുസരിച്ചിട്ടാണ് ഇത് സബ്ട്രാക്ട് ചെയ്യുക. നെക്സ്റ്റ്, അപ്പോൾ ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ്, ഡാറ്റ റെപ്രസെൻറ്റേഷൻ. കമ്പ്യൂട്ടർ യൂസസ് എ ഫിക്സഡ് നമ്പർ ഓഫ് ബിറ്റ്സ് ടു റെപ്രസെൻറ്റ് എ പീസ് ഓഫ് ഡാറ്റ വിച്ച് കുഡ് ബി എ നമ്പർ, എ ക്യാരക്ടർ, ഇമേജ്, സൗണ്ട്, വീഡിയോ, എക്സെട്ര. നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് ഡാറ്റ റെപ്രസെൻറ്റേഷനാണ്. അപ്പോൾ ഡാറ്റ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൽ എങ്ങനെയാണ് ഡാറ്റ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതായത് ഡാറ്റ എന്ന് പറഞ്ഞാൽ നമ്പർ ആകാം, ക്യാരക്ടർ ആകാം, ഇമേജ് ആകാം, സൗണ്ട് ആകാം, വീഡിയോ, ഇതൊക്കെ ആവാം. ഇത് എങ്ങനെയാണ് നമ്മൾ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യുന്നതെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഡാറ്റ റെപ്രസെൻറ്റേഷൻ ഈസ് എ മെത്തേഡ് യൂസ്ഡ് ഇൻറ്റേർണലി ടു റെപ്രസെൻറ്റ് ഡാറ്റ ഇൻ എ കമ്പ്യൂട്ടർ. ഡാറ്റ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഡാറ്റ ഇൻറ്റേർണലി കമ്പ്യൂട്ടറിനുള്ളിൽ സ്റ്റോർ ചെയ്യുന്നതിനെയാണ് ഡാറ്റ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ്, ഏതൊക്കെ രീതിയിലാണ്
ഈ പറയുന്ന ഡാറ്റാസ് കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഫസ്റ്റ്, റെപ്രസെൻറ്റേഷൻ ഓഫ് നമ്പേഴ്സ്. Numbers can be classified into integer numbers and floating point numbers. Integers are whole numbers or numbers without any fractional part. A floating point number or a real number is a number with a fractional part. These two numbers are treated differently in computer memory. അതായത് നമ്പേഴ്സ് രണ്ട് തരം ഉണ്ട്, ഇൻറ്റീജർ നമ്പറും ഉണ്ട്, ഫ്രാക്ഷണൽ നമ്പേഴ്സും ഉണ്ട്. അപ്പോൾ ഈ രണ്ട് നമ്പേഴ്സ് എങ്ങനെയാണ് കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി സ്റ്റോർ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിൽ എങ്ങനെയാണ് നമ്പേഴ്സ് സ്റ്റോർ ചെയ്യുന്നത് അതാണ് ഉദ്ദേശിക്കുന്നത്. റെപ്രസെൻറ്റേഷൻ ഓഫ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റെപ്രസെൻറ്റേഷൻ ഓഫ് ഇൻറ്റീജേഴ്സ്. ദർ ആർ 3 methods for representing an integer number in computer memory. They are sign and magnitude representation, ones complement representation, twos complement representation. 3 തരത്തിലാണ് എന്ത് റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഡാറ്റ മെമ്മറിയിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ്, വൺസ് കോംപ്ലിമെൻറ്റ്, ടൂസ് കോംപ്ലിമെൻറ്റ്. ഫസ്റ്റ് വൺ, സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷൻ. എങ്ങനെയാണ് സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യുക എന്ന് നോക്കാം. In this method, first bit from left is used for representing sign of integer and remaining 7 bits are used for representing magnitude of integer. അതായത് ഇപ്പോൾ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് 7 bits ആണ്. ഓക്കെ, അതിൻ്റെ ഏറ്റവും ലെഫ്റ്റിലുള്ള ബിറ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അതായത് ഇപ്പോൾ പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ ആ സൈൻ എന്ന് പറയുന്നത് 0 ആയിരിക്കും. നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ ആ സൈൻ എന്ന് പറയുന്നത് നമ്പർ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ശ്രദ്ധിക്കുക, ഒരു നെഗറ്റീവ് നമ്പറാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ സൈൻ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ രണ്ടാക്കി തിരിച്ചിരിക്കുകയാണ് അതിൻ്റെ റെപ്രസെൻറ്റേഷനെ. അപ്പോൾ അതിൽ സൈനുള്ള ഭാഗത്ത് എന്തായിരിക്കും? 1 ആയിരിക്കും. മാഗ്നിറ്റ്യൂഡ് പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ സൈനിൻ്റെ അവിടെ 0 ആയിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് നോക്കാം, റെപ്രസെൻറ്റ് +23 ഇൻ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ്. ഇപ്പോൾ ഈ 23 എന്ന് പറയുന്ന നമ്പറിനെ നമ്മൾ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യണം. അപ്പോൾ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷനാണ് അത് ചെയ്യുന്നതെന്ന് വിചാരിക്കൂ. ഓക്കെ, ദിസ് നമ്പർ ഈസ് പോസിറ്റീവ്. ഓക്കെ, ദിസ് നമ്പർ പോസിറ്റീവ് ആണെന്ന് നമുക്കറിയാം. സോ ദ ഫസ്റ്റ് ബിറ്റ് ഈസ് 0. നോക്കൂ, ഫസ്റ്റ് ബിറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. സൈനിൻ്റെ അവിടെ എന്താ താഴെ നോക്കൂ, ആ ഫിഗറിൽ 0 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ദെൻ 7 bit ബൈനറി ഇക്വാലൻ്റ് ഓഫ് 23. അടുത്തത് 23യുടെ ബൈനറി ഇക്വാലൻ്റ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കണം. നമ്മൾ 2 വെച്ച് ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പർ എത്രയാണെന്നറിയോ? 10111 ആണ് നമുക്ക് കിട്ടുക. 23യുടെ റെപ്രസെൻറ്റേഷൻ എന്താ കിട്ടുക? 10111 ആണ് നമുക്ക് കിട്ടുക. അതിൽ നമ്മൾ 7 ബിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം. 7 ബിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ലെഫ്റ്റിൽ എന്ത് ചെയ്യണം? ഇത് ഈ 10111 എന്ന് പറഞ്ഞാൽ 5 ബിറ്റേ ഉള്ളൂ. അപ്പോൾ ഇതിനെ 7 ബിറ്റിലോട്ട് മാറ്റണമെങ്കിൽ 2 ബിറ്റ് ലെഫ്റ്റിൽ ഇട്ട് കൊടുക്കണം, 2 0 ലെഫ്റ്റിൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ എന്തായി? 7 ബിറ്റായി അല്ലേ? അപ്പോൾ 1 2 3 4 5 6 7 ബിറ്റ് റെപ്രസെൻറ്റേഷനായി. ദെൻ ഏറ്റവും ലെഫ്റ്റിൽ അപ്പോൾ 7 ബിറ്റ് റെപ്രസെൻറ്റേഷനായാണ് എഴുതേണ്ടത്. സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബൈനറി ഫോർമാറ്റിനെ നമുക്ക് കിട്ടുന്ന 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 10111 ആണ്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? 7 ബിറ്റാക്കി മാറ്റണം. 7 ബിറ്റ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ലെഫ്റ്റിൽ 2 0 ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് 7 ബിറ്റായി. ഓക്കെ, പിന്നെ ഒരെണ്ണം ഉള്ളത് അതിൻ്റെ സൈൻ റെപ്രസെൻറ്റ് ചെയ്യാനാണ്. പോസിറ്റീവ് നമ്പർ ആയതുകൊണ്ട് ഏറ്റവും ലെഫ്റ്റിൽ 0 ഇട്ട് കൊടുത്താൽ മതി. സൈനിൻ്റെ അവിടെ എന്ത് റെപ്രസെൻറ്റ് ചെയ്യണം? 0 എന്ന് റെപ്രസെൻറ്റ് ചെയ്യണം. ഓക്കെ, സോ 0 0 0 1 0 1 1 1 ആണ് നമ്മുടെ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷനിൽ വരുന്ന ആൻസർ. +23 ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് 0 0 0 1 0 1 1 1 എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. നെക്സ്റ്റ്, റെപ്രസെൻറ്റ് -105 ഇൻ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഫോം. ദെൻ നമ്മൾ -105നെ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യണം. ഓക്കെ, നമുക്കറിയാം -105 എന്ന് പറഞ്ഞ നമ്പർ ഒരു നെഗറ്റീവ് നമ്പറാണ് അല്ലേ? -105 അതിനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം 105ൻ്റെ ഡിവൈഡ് ചെയ്യണം. 2 വെച്ച് ഡിവൈഡ് ചെയ്ത് അതിൻ്റെ ബൈനറി ഫോം കണ്ടുപിടിക്കണം. അപ്പോൾ അതിൻ്റെ ബൈനറി ഫോം കണ്ടുപിടിച്ചു. അതാണ് 1101001. ഇറ്റ്സ് ഓൾറെഡി എ 7 ബിറ്റ് നമ്പർ. പിന്നെ അതിനെ നമ്മൾ 7 ബിറ്റ് നമ്പർ ആക്കി മാറ്റേണ്ട, ലെഫ്റ്റിൽ 0 ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഇറ്റ് ഈസ് ഓൾറെഡി എ 7 ബിറ്റ് നമ്പർ. ദെൻ 1101001 എന്നാണ് നമുക്ക് 105നെ ബൈനറിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പർ. ഓക്കെ, അപ്പോൾ ഈ 7 ബിറ്റ് ബൈനറി ഇക്വാലൻ്റ് ഓഫ് 105 എന്ന് പറയുന്നത് 1101001 ബേസ് 2 ആണ്. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? -105 എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും? നമ്മൾ എന്താ പറഞ്ഞത്? സൈനിൻ്റെ ഇവിടെ എന്ത് കൊടുക്കണം? 1 എന്ന് കൊടുക്കണം. ബിക്കോസ് ഇറ്റ് ഈസ് നെഗറ്റീവ് നമ്പർ. നെഗറ്റീവ് നമ്പർ ആയതുകൊണ്ട് തന്നെ സൈനിൻ്റെ അവിടെ എന്ത് കൊടുക്കണം? 1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്തായി നമ്മുടെ ആൻസർ? 11101 ആണ് നമ്മുടെ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷൻ വരുന്ന നമ്പർ.
ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആദ്യം നമ്മുടെ നമ്പറിനെ ബൈനറിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് അത് 7 ബിറ്റ് ഇല്ലെങ്കിൽ അതിൻ്റെ ലെഫ്റ്റിൽ 0 ആഡ് ചെയ്യണം. ഓക്കെ, അതിനുശേഷം 7 ബിറ്റ് ആക്കി മാറ്റി. ഇനിയിപ്പോൾ 7 ബിറ്റ് ഓൾറെഡി ഉണ്ടെങ്കിൽ അതിന് 0 ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിനുശേഷം സൈനിൻ്റെ അവിടെ എന്ത് കൊടുക്കണം? 0 എന്ന് കൊടുക്കണം. പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ. നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ സൈൻ എന്നുള്ള റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ട അവിടെ എന്ത് കൊടുക്കണം? 1 എന്ന് കൊടുക്കണം. ഇതാണ് സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷൻ ഇൻ മെമ്മറി. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് വൺസ് കോംപ്ലിമെൻറ്റ് റെപ്രസെൻറ്റേഷൻ. In this method, first find binary equivalent of absolute value of an integer. If number of digits in binary equivalent is less than 8, provide 0 at the left to make 8-bit form. One's complement of binary number is obtained by replacing every 0 with 1 and every 1 with 0. നമുക്കറിയാം കോംപ്ലിമെൻറ്റ് എന്ന് നമുക്ക് നോക്കാം. എന്താണ് ഈ വൺസ് കോംപ്ലിമെൻറ്റ് റെപ്രസെൻറ്റേഷൻ? ഇപ്പോൾ നമുക്ക് ബൈനറി നമ്പർ 11001 എന്ന് പറയുന്നൊരു നമ്പർ എന്താണ്? 11001. അതിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1ൻ്റെ അവിടെ മൊത്തം 0 ആക്കണം, 0ൻ്റെ അവിടെ മൊത്തം 1 ആക്കണം. അപ്പോൾ നോക്ക്, ഈ 1ൻ്റെ അവിടെ 0 ആക്കി, രണ്ടാമത്തെ 1ൻ്റെ അവിടെ 0 ആക്കി, ദെൻ 0ൻ്റെ അവിടെ 1 ആയി, 0, ദെൻ ലാസ്റ്റ് 1ൻ്റെ അവിടെ 0. അപ്പോൾ ഇതാണ് കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ 11001 എന്ന് പറയുന്ന ബൈനറി നമ്പറിൻ്റെ കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് 00110 ആണ്. അതുപോലെ 10101 എന്ന് പറയുന്നതിൻ്റെ കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് 01010 ആണ്. അതായത് ജസ്റ്റ് 1ന് 0 ആക്കണം, 0നെ 1 ആക്കി, അതെന്തായി? കോംപ്ലിമെൻറ്റ് ആയി. If the number is negative, it is represented as one's complement of 8-bit form binary. If the number is positive, then 8-bit form binary equal itself in the one's complement representation. അതായത് ഇപ്പം നമുക്ക് തരുന്ന നമ്പറിൻ്റെ നമ്മൾ വൺസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കാൻ പറയാൻ വിചാരിക്കും. അപ്പോൾ നമുക്ക് തരുന്ന നമ്പർ പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ എന്താണെന്ന് പറയുന്നത്? അതിൻ്റെ ബൈനറി ഫോമാണ് അതിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ്. ഓക്കെ, അതിനിങ്ങനെ മാറ്റേണ്ട ആവശ്യമില്ല. സോറി, ഇനിയിപ്പോൾ നെഗറ്റീവ് നമ്പറാണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ ദ നമ്പർ ഈസ് നെഗറ്റീവ്, ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് വൺസ് കോംപ്ലിമെൻറ്റ് ഓഫ് 8-bit ഫോം. അപ്പോൾ അതിൻ്റെ ബൈനറിയുടെ വൺസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് നോക്കാം. നോക്കൂ, റെപ്രസെൻറ്റ് -119 ഇൻ വൺസ് കോംപ്ലിമെൻറ്റ് ഫോം. ബൈനറി ഓഫ് 119 ഇൻ 8-bit ഫോം. നമുക്ക് അപ്പോൾ 119 എന്ന് പറയുന്ന നെഗറ്റീവ് 119 ആണ്. നമ്മൾ വൺസ് കോംപ്ലിമെൻറ്റിലോട്ട് മാറ്റാൻ പോകണം. അപ്പോൾ 119ൻ്റെ അല്ലെങ്കിൽ 119ൻ്റെ 8-bit ഫോം കണ്ടുപിടിക്കണം. 8-bit ഫോം എന്ന് പറയുന്നത് എന്താണ്? ഇതിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്തെടുത്ത് അതിനെ 8-bit റെപ്രസെൻറ്റേഷൻ ആക്കി നമ്മൾ എഴുതി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബൈനറി ഫോം. ഇതിൻ്റെ 119 എന്ന് പറയുന്ന നമ്പറിൻ്റെ ബൈനറി ഫോമാണ് ഇത്. ഇനി നമ്മൾ എന്ത് ചെയ്തു? അതിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കുകയാണ്. -119 ഇൻ വൺസ് കോംപ്ലിമെൻറ്റ് ഫോം. അപ്പോൾ എന്തായി? ആ 0 വരുന്നവിടെയൊക്കെ 1 ആയും 1 വരുന്നവിടെയൊക്കെ 0 ആയി. അതാണ് വൺസ് കോംപ്ലിമെൻറ്റ്. നോക്ക്, 1 0 0 0 1 0 0. അതായത് മുകളിലുള്ള ബൈനറിയുടെ എന്തൊക്കെയാണോ 1 ഉള്ളത് അത് താഴെ എഴുതുമ്പോൾ 0 ആക്കി എഴുതണം, 0 എന്നുള്ള അവിടെയൊക്കെ 1 ആക്കി എഴുതണം. അപ്പോൾ ഇതാണ് എന്ത്? വൺസ് കോംപ്ലിമെൻറ്റ് ഫോം. ഓക്കെ, അടുത്തത്. അപ്പോൾ അതായി. അപ്പോൾ നെഗറ്റീവ് നമ്പർ തന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്തത്. ഇനി പോസിറ്റീവ് ആണെങ്കിൽ എങ്ങനെ വൺസ് കോംപ്ലിമെൻറ്റ് കാണാൻ നമുക്ക് നോക്കാം. ഓക്കെ, ++1നെ നമ്മൾ വൺസ് കോംപ്ലിമെൻറ്റിലേക്ക് എഴുതാൻ പോവുകയാണ്. ബൈനറി ഓഫ് 119 ഇൻ 8-bit ഫോം എന്ന് പറയുന്നത് എഴുതി. ഇതാണ് ബൈനറി നമ്പർ. നമ്മൾ കണ്ടുപിടിച്ചു, 2 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് കണ്ടുപിടിച്ചു. ഇനി അതിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ആ ബൈനറി ഫോം തന്നെയാണ്. കാരണം പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ അതിൻ്റെ 0 1 ആക്കുമ്പോൾ 1 0 ആക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ബൈനറി ഫോം തന്നെയാണ് അതിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ്. അത് മനസ്സിലാക്കുക. പക്ഷെ നെഗറ്റീവ് നമ്പറാണ് വൺസ് കോംപ്ലിമെൻറ്റ് തരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ബൈനറി ഫോം കണ്ടുപിടിച്ച് അതിൻ്റെ വീണ്ടും 1 0 ആക്കണം, 0 1 ആക്കി എഴുതേണ്ടി വരും. പക്ഷേ 119 ആണെങ്കിൽ വെറും പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ എന്തെഴുതിയാൽ മതി? ജസ്റ്റ് അതിൻ്റെ ബൈനറി ഫോം മാത്രം എടുത്ത് എഴുതിയാൽ മതി. അപ്പോൾ അതാണ് അതിൻ്റെ വ്യത്യാസം. ഓക്കെ, നെക്സ്റ്റ് 2's കോംപ്ലിമെൻറ്റ് റെപ്രസെൻറ്റേഷൻ. ഇൻ ദിസ് മെത്തേഡ് ഫസ്റ്റ് ഫൈൻഡ്. ഇനി നമ്മൾ നോക്കാം എന്താണ് ഈ 2's കോംപ്ലിമെൻറ്റ് മെത്തേഡ് എന്ന്. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും കുട്ടികളെ. അപ്പോൾ നോക്ക്, 10101 ബേസ് 2. ഇതിൻ്റെ 2's കോംപ്ലിമെൻറ്റ് എങ്ങനെയാണ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം അതിനെ വൺസ് കോംപ്ലിമെൻറ്റിലേക്ക് മാറ്റണം. അതായത് 0 1 ആക്കി എഴുതണം, 1 0 ആക്കി എഴുതണം. നോക്ക്, 01010 എന്ന് എഴുതി. ദെൻ അത് കഴിഞ്ഞ് എന്ത് എഴുതി? സോ 2's കോംപ്ലിമെൻറ്റ് ഓഫ് 10101 ബേസ് 2 എന്ന് പറയുന്നത് എന്താ? +1 ആഡ് ചെയ്യണം. നമ്മൾ കോംപ്ലിമെൻറ്റ് കണ്ടുപിടിച്ച ശേഷം എന്താ ആഡ് ചെയ്യണം? 1 ആഡ് ചെയ്തിട്ട് താഴെ എടുത്ത് എഴുതി കഴിഞ്ഞാൽ അതെന്തായി? 2's കോംപ്ലിമെൻറ്റ് മെത്തേഡ്. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്തു?
ആദ്യം നമ്മുടെ ബൈനറി ഫോമിനെ നമ്മൾ വൺസ് കോംപ്ലിമെൻറ്റിലേക്ക് മാറ്റി. വൺസ് കോംപ്ലിമെൻറ്റിലേക്ക് മാറ്റുക എന്ന് പറഞ്ഞാൽ എന്താ, 1നെ 0 ആക്കണം, 0നെ 1 ആക്കി എഴുതി. then അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്തു. 1 ആഡ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ആൻസർ ഉണ്ടല്ലോ, അതാണ് 2's കോംപ്ലിമെൻറ്റ്. അതായത് ഇത്രയേ ഉള്ളൂ. വൺസ് കോംപ്ലിമെൻറ്റ് കൂടെ 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് 2's കോംപ്ലിമെൻറ്റ് ആയി. ഇപ്പോൾ 2 നമ്പറിൻ്റെ ചെയ്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. -38 in 2's കോംപ്ലിമെൻറ്റ് ഫോം. മൈനസ് നമ്പറാണ്, നെഗറ്റീവ് നമ്പർ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടത്, 38ൻ്റെ 8-bit ഫോം, അതായത് 38നെ 2 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ ബൈനറി ഫോം കണ്ടുപിടിച്ച് അതിൻ്റെ 0 ലെഫ്റ്റ് ആഡ് ചെയ്ത് 8-bit മാറ്റി. കണ്ടോ, 8-bit മാറ്റി. അതാണ് 001001110 എന്ന് പറയുന്ന നമ്പർ. ദെൻ വീണ്ടും എന്ത് ചെയ്തു, അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്തു. അപ്പോൾ അത് 2's കോംപ്ലിമെൻ്റ് ആയി. അപ്പോൾ എന്തൊക്കെ ചെയ്തു, നമ്മൾ ആദ്യം ബൈനറിയിലോട്ട് മാറ്റി, ദെൻ ബൈനറിയുടെ വൺസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിച്ചു. അതാണ് 110 അതായത് 0 1 ആക്കി 1 0 ആക്കി എഴുതി. ദെൻ അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്തു. അപ്പോൾ അതെന്തായി, 2's കോംപ്ലിമെൻ്റ് ആയി. ഓക്കെ, അതാണ് 2's കോംപ്ലിമെൻറ്റ്. നെഗറ്റീവ് നമ്പറിനാണ് ഇതൊക്കെ ചെയ്യുന്നത്. നെഗറ്റീവ് നമ്പറിന് ആദ്യം അതിൻ്റെ ബൈനറി കണ്ടുപിടിക്കണം, അതിനെ 8-bit ഫോമിലോട്ട് മാറ്റി അതിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് എഴുതി, അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് 2's കോംപ്ലിമെൻ്റ് ആയി. ഇനി നെക്സ്റ്റ് റെപ്രസെൻറ്റ് 38 in 2's കോംപ്ലിമെൻറ്റ് ഫോം. അപ്പോൾ 38നെ 2's കോംപ്ലിമെൻറ്റിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ അത് മാറ്റണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യുക, നമ്മൾ നെക്സ്റ്റ് 38 ആണ്. 38ൻ്റെ 8-bit ബൈനറി കണ്ടുപിടിക്കുക. കണ്ടോ, 8-bit ബൈനറി എന്താണ്, 38ൻ്റെ 001001110 ആണ്. 2 വെച്ച് ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിച്ചു. 8-bit ആകാൻ വേണ്ടി ലെഫ്റ്റ് 2 0 ആഡ് ചെയ്തു. അപ്പോൾ അതിൻ്റെ 2's കോംപ്ലിമെൻറ്റ് ഫോം എന്ന് പറയുന്നത് അതേ നമ്പർ തന്നെയാണ്, ബൈനറി നമ്പർ തന്നെയാണ്. അത് വൺസ് കോംപ്ലിമെൻറ്റ് മാറ്റേണ്ട ആവശ്യമില്ല, അതുകൂടെ 1 ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇതൊരു പോസിറ്റീവ് നമ്പർ ആയതുകൊണ്ട് ബൈനറി ഫോം തന്നെയാണ് അതിൻ്റെ 2's കോംപ്ലിമെൻറ്റ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് പഠിച്ച കുട്ടികളെ. അപ്പോൾ വൺസ് കോംപ്ലിമെൻറ്റും 2's കോംപ്ലിമെൻറ്റും അതുപോലെ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷനും ഒക്കെയാണ് നമ്മൾ പഠിച്ചത്. നന്നായി പഠിക്കുക കേട്ടോ. ഓക്കെ, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ടീച്ചറെ വിളിക്കുക.